ടീമിൽ യൂസ് ചെയ്യാം. എസ് ടീമിലും 1.5ന്റെ ECM ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂട്ട് ആവുന്ന പോലെ 1.3 ടീമിന്റെ ഇത് മൊത്തം കളഞ്ഞിട്ട് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു സിഡിയുടെ വീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സെന്നാണ്. ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ഈ യെല്ലോ ഇൻഡിക്കേറ്റർ മാറ്റി വൈറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 300 രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഇത് മാറ്റി ഇത് നമ്മളിപ്പോൾ തൽക്കാലം ഒരു ലുക്കിന് വേണ്ടി മാത്രം മാറ്റുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് മറ്റേ 3 ലെൻസ് പ്രൊജക്ടർ വെക്കാനുള്ള പരിപാടിയാണ്, ഡബിൾ സൈഡ്. അത് വെച്ചാൽ ഇത് മൊത്തം കളഞ്ഞിട്ട് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പം അത്യാവശ്യം ഒരു ലുക്കിന് വേണ്ടി മാത്രം നമ്മൾ വെക്കുന്നതാണ്. ഇത് സൈഡിൽ ഇൻഡിക്കേറ്റർ കവറും ഇൻഡിക്കേറ്റർ ലെൻസും വരുന്നുണ്ട്. ഫുള്ള് വൈറ്റിൽ എല്ലാം മാറ്റി വൈറ്റ് ആക്കാനുള്ള പരിപാടി. നമ്മളങ്ങനെ ഒരു സിഡിയുടെ വീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൈസ് വന്നിട്ട് 185/45/15 ആണ്. ലിങ്ലോങ്ങിൻ്റെ ടയറാണ്. 4 പുതിയ ടയറും സിഡിയുടെ അലോയ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീൽ നെട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്, ബ്ലൂ കളറ്. ജസ്റ്റ് ഇത് വെച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് രണ്ട് ഇൻഡിക്കേറ്ററും സൈഡിലെ ഇൻഡിക്കേറ്റർ ലെൻസും മാറിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. അത്യാവശ്യം ഇപ്പം വണ്ടി കാണാൻ കുറച്ച് നൈസായിട്ടുണ്ട്. നമ്മൾ പുതിയ പെയിൻ്റ് അടിച്ചാണ്. പിന്നെ നയോഗോട്ടൊരു ആൻറ്റിന സെറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ആണ്. ഒന്നുകൂടെ അത് ഒന്ന് മുറുക്കാനുണ്ട്, ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ECMൻ്റെ ഒരു ചെറിയ ഇളക്കവും കാര്യങ്ങളുണ്ട്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടിട്ടുണ്ട്. അഴിച്ച് സെറ്റ് ചെയ്ത് മുറുക്കണം. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വീൽ നെറ്റിൻ്റെ ബോക്സ് ആണ്. ഇതാണ് ഇൻറ്റീരിയർ ലുക്ക് വരുന്നത്. കുറച്ച് പണിയും കാര്യങ്ങളും, ഫോർമാറ്റ് അടിക്കണം, സെറ്റ് കയറ്റണം, സ്റ്റീരിയോയുടെ വർക്കുണ്ട്. പിന്നെ ഈ ഡോർ പാഡ് മാറ്റി ഫൈബർ ആക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഈ ഫ്ലോർ മാറ്റ് അടിച്ചൊന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. വണ്ടി കിട്ടിയിട്ട് 2-3 ദിവസമായിട്ടേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് എസ് ടീമിൽ യൂസ് ചെയ്യാം. എസ് ടീമിലും ഇതിനും കപ്ലറിന് വലിയ വ്യത്യാസം വരുന്നില്ല. ഹോണ്ട സിറ്റി ടൈപ്പ് 1.3 1.5ന്റെ ECM ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂട്ട് ആവുന്ന പോലെ 1.3 ടീമിന്റെ ECM കാര്യങ്ങൾ ഇതിനും സൂട്ടാവും. അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്തെങ്കിലും കാരണത്തെ അടിച്ചു പോകും എന്തെങ്കിലും വെച്ചാൽ തൽക്കാലമല്ല, വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാം. നമ്മൾ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് കാര്യം കറക്റ്റായിട്ട് പറഞ്ഞത്. പിന്നെ അകത്തെ ലുക്ക് വരുന്ന ഇതാണ്. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും മിച്ചമുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കാം. എന്തായാലും ബാക്കി എന്നുള്ള ലുക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നാലും ഇനി അടുത്ത വീഡിയോ കാണാം.